ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരണമേ. ആമേൻ. തേജസ്കരിക്കപ്പെട്ട യേശു കർത്താവ് ആസിയയിലുള്ള 7 സഭകൾക്ക് എഴുതുന്ന ദൂതിൽ അവസാനത്തെ സഭയാണ് ലവോദിക്ക. ലവോദിക്ക എന്ന പദത്തിൻ്റെ അർത്ഥം സമ്പന്നത എന്നാണ്. BC 261 മുതൽ 246 വരെയുള്ള കാലയളവിൽ ഈ പട്ടണം പണിത അന്ത്യോക്യസ് രണ്ടാമൻ തൻ്റെ ഭാര്യയായ ലവോദിസിൻ്റെ പേരിലാണ് ഈ നഗരത്തിന് പേരിട്ടതെന്ന് പറയപ്പെടുന്നു. എഫെസോസിൽ നിന്നും ഏകദേശം 40 മൈൽ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾപ്രദേശമാണ് ഇത്. ഈ പട്ടണം വലിയ സമ്പത്തും വാണിജ്യവും ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. മെഡിക്കൽ സയൻസ്, ശാസ്ത്രം, സാഹിത്യം, മതങ്ങൾ ഇവയെല്ലാം ഇവിടെ വളരെ പ്രസിദ്ധമായിരുന്നു. ഇന്ന് ഇത് മോഡേൺ ടർക്കിയിൽ ഡെൻസ്ലി എന്ന സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്നു. AD 17 ഭൂകമ്പത്തിൽ നശിച്ച ഈ സ്ഥലത്ത് 2 റോമൻ തിയേറ്റേഴ്സ്, ഒരു സ്റ്റേഡിയം, പഴയ ക്രിസ്ത്യൻ ആരാധന സ്ഥലങ്ങൾ ഇവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാം. വെളിപ്പാടിൽ കാണുന്ന 7 സഭകളും ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഓരോ പ്രത്യേക സഭായുഗങ്ങളെ പ്രതിനിധീകരിക്കുന്നതായി ബിബ്ലിക്കൽ സ്കോളേഴ്സ് അവകാശപ്പെടുന്നു. അപ്പസ്തോലിക സഭയുടെ പ്രവചനമായ ലവോദിക്ക സഭ കാലക്രമേണ ന്യായപ്രമാണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ തുടങ്ങി. 20th സെഞ്ച്വറി മുതൽ കർത്താവ് സഭയെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം വരെയുള്ള ഈ ലോകത്തിലുള്ള ചർച്ചസിനെ ഈ ലവോദിക്ക സഭ റെപ്രസെൻ്റ് ചെയ്യുന്നു. സ്മിർന, ഫിലഡൽഫിയ എന്നീ 2 സഭകളൊഴികെ ബാക്കി 5 സഭകളുടെയും കുറവുകൾ മാത്രമാണ് കർത്താവിന് പറയാനുള്ളത്. കൊലോസ്യർ 4:15 അപ്പോസ്തലനായ പൗലോസ് ഈ സഭയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനത് വായിക്കുന്നു. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുവീൻ. 7 സഭകളിലും സമ്പന്നമായിരുന്ന ഒരു സഭയായിരുന്നു ലവോദിക്ക സഭ. ഈ സഭയെ കർത്താവ് പരിചയപ്പെടുത്തുന്നത് ആമേൻ എന്നും വിശ്വസ്തനെന്നും സത്യവാൻ എന്നുള്ള സാക്ഷിയുമായിട്ടാണ്. സകല സൃഷ്ടിയുടെയും സൃഷ്ടാവായ ദൈവം താനാകുന്നുവെന്ന് കർത്താവ് ഇവിടെ ഈ സഭയെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം നാം ഇവിടെ കാണുന്നു. ഹീബ്രൂസ് 1-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം പണ്ട് തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം തൻ്റെ പുത്രനിൽ കൂടി നേരെ അരുളി ചെയ്യുന്നു എന്ന് ഇവിടെ വ്യക്തമാകുന്നു. കർത്താവിന് അഭിനന്ദിക്കാൻ ഒന്നുമില്ലാത്ത ഏക സഭയാണ് ഇത് എന്നത് എത്ര പരിതാപകരമായ കാര്യമാകുന്നു. നമുക്ക് 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശ്വസ്തനും സത്യനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഈ വാക്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 15-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഈ സഭയുടെ പശ്ചാത്തലം നാം ചിന്തിച്ചാൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ലവോദിക്കയിൽ ആ കാലത്ത് കുടിവെള്ളത്തിനായി ഫ്രിഗിയൻ പർവ്വതങ്ങളിൽ നിന്നും ഉരുകുന്ന മഞ്ഞുവെള്ളം അവർ ശേഖരിച്ച് നീർച്ചാലുകൾ വഴി ലവോദിക്കയിലെത്തുമ്പോഴേക്കും അത് വാട്ടവെള്ളമായി തീരുമായിരുന്നു. തന്നെയുമല്ല, ഇവിടെ ചൂടുള്ള ധാതുജലമുള്ള ഉറവകൾ ധാരാളം ഉണ്ടായിരുന്നു.
ഇന്നും ആ ഉറവകൾ അവിടെയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് അവരുടെ ആത്മീയ അവസ്ഥയിൽ അവർ ശീതോഷ്ണവാന്മാരാകുന്നുവെന്ന് പറയുന്നത്. ഒരു തണുത്ത സഭ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഉപദേശങ്ങൾ തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ്. ചൂട് കാണിക്കുന്നത് വാസ്തവത്തിൽ ഉള്ള ആത്മീയ ആരാധനയും പ്രവൃത്തിയുമാണ്. എഫെസോസിലെ വിശ്വാസികളിൽ കർത്താവ് ഈ തീഷ്ണത കണ്ടു. അവർ ആദ്യ സ്നേഹത്തിൽ നിന്നും കുറെ മാറിപ്പോയെങ്കിലും അവരുടെ വ്യക്തിപരമായ വിശ്വാസവും ദൈവസ്നേഹവും ശുശ്രൂഷയും എല്ലാം അവർ വളരെ ചൂടുള്ളവർ തന്നെ ആയിരുന്നു. എന്നാൽ ഈ ലവോദിക്ക സഭ ഇതിൽ രണ്ടിലും പെട്ടിട്ടില്ല. അവർ നാമപരമായി ക്രിസ്ത്യാനികളായി ജീവിച്ച ഒരവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നത്തെ പല സഭകളിലും ഇതുപോലെയുള്ള ശീതോഷ്ണാവസ്ഥ ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 16-ാമത്തെ വാക്യം ഇങ്ങനെ: ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്നും ഉമിട്ട് കളയും. ആദ്യ സ്നേഹത്തിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇത്. ദൈവവചനത്തിലും വിശ്വാസത്തിലും ഒരു പൂർണ്ണതയില്ലാതെ തങ്ങൾ നിൽക്കുന്ന നില ശരിയാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഉള്ള ഒരവസ്ഥയാണിത്. 2 തീമോഥെയോസ് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. കർത്താവ് ഇവരെ തൻ്റെ വായിൽ നിന്നും ഉമിണ്ണുകളയുമെന്ന് നാം ഇവിടെ വായിക്കുന്നു. ഇന്നത്തെ പല സഭകളുടെയും സ്ഥിതി ഇതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ ഒറ്റപ്പെടാതെ ഒരു സഭയിൽ ചേർന്ന് ആ സഭയുടെ ആചാരങ്ങളും ആരാധനയിലും പങ്കെടുത്ത് ആത്മീയ കാര്യങ്ങളിൽ കുറേ താല്പര്യം കാണിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവികമായ ഉപദേശങ്ങളും സത്യങ്ങളും സംബന്ധിച്ച് അറിവില്ലാത്തവരായി ഭൗമികരായും ആത്മീകന്മാരും അല്ലാതെ നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന പല വിശ്വാസികളും നമ്മുടെ സഭകളിലുമുണ്ട്. ഇവരെ കർത്താവ് ഭത്സിക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. എത്ര ശോചനീയമായ ഒരു അവസ്ഥയാണിത്. നമുക്ക് റെവലേഷൻ 3:17 വായിക്കാം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ. ലവോദിക്ക സഭയും സർദീസുമാണ് ഈ 7 സഭകളിലും വെച്ച് ഏറ്റവും സമ്പന്നമായ സഭകൾ. എന്നാൽ ആത്മീക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ലവോദിക്ക സഭയെ കർത്താവ് ദരിദ്രരും നിർഭാഗ്യരും അരിഷ്ടരും കുരുടരും എന്ന് വിളിക്കുന്നു. സമ്പന്നത ദൈവാനുഗ്രഹങ്ങളുടെ മാനദണ്ഡമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സ്മുർണ സഭ ഭൗതിക സമ്പത്തിൽ ദരിദ്രരായിരുന്നുവെങ്കിലും അവർ ആത്മീയമായി ധനികരായിരുന്നു. കർത്താവ് ആ സഭയെ ധനവാന്മാർ എന്ന് വിളിച്ചു. എന്നാൽ ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ലവോദിക്ക സഭയെ കർത്താവ് ദരിദ്രരും നിർഭാഗ്യരും അരിഷ്ടരും കുരുടരും എന്ന് വിളിക്കുന്നു. 1 തിമോത്തി 6:9 നാം ഇങ്ങനെ വായിക്കുന്നു: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. മണി കനോട്ട് ബൈ ഹാപ്പിനെസ് എന്നൊരു ചൊല്ല് നമുക്ക് ഉണ്ടല്ലോ. നമുക്ക് 18-ാമത്തെ വാക്യം വായിക്കാം. റെവലേഷൻ 3:18 നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ലവോദിക്ക സഭ പോലെ ലോകപ്രകാരമുള്ള സമ്പന്നതയിൽ ഇന്നത്തെ പല സഭകളും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ലല്ലോ. ആത്മീയ മൂല്യങ്ങളെക്കാൾ സുവിശേഷ ഘോഷണത്തെക്കാൾ ഭൗതിക സമൃദ്ധിയിൽ പ്രാധാന്യം കൊടുക്കുന്നു.
ഈ 7 സഭകളിൽ വച്ച് ഏറ്റവും ആത്മീയ കാര്യങ്ങളിൽ ദാരിദ്ര്യമുള്ളവരും അരിഷ്ടരുമായിരുന്നു ഈ ലവോദിക്ക സഭ. സഭയുടെ മാനവും മഹത്വവും മതിപ്പും തൃപ്തിയും സ്വയം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന പരിശുദ്ധാത്മാവിലും ദൈവകൃപയാലുള്ള രക്ഷയിലും അതിൻ്റെ സന്തോഷത്തിലുമാണ് സഭകൾ വളരേണ്ടത്. ഈ സഭകളോട് കർത്താവ് എന്ത് ചെയ്യുവാനാണ് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. ശോധനകളെ വെല്ലുന്ന അടിയുറച്ച വിശ്വാസമാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സമ്പന്നത ഭൗമികമായ സ്വത്തുകളല്ല, പിന്നെയോ കർത്താവ് തൻ്റെ രക്തത്താൽ നേടിയെടുത്ത രക്ഷയാണ് ഇത് കാണിക്കുന്നത്. രണ്ടാമതായി കാണിക്കുന്നത് വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷയാണ്. ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയാണ് ഈ വെള്ളയുടുപ്പ് കാണിക്കുന്നത്. ഇത് വിശുദ്ധിയാണ് കാണിക്കുന്നത്. മൂന്നാമതായി, വിശ്വാസികളുടെ ആത്മീയ കണ്ണുകളെ തുറക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ കണ്ണിൽ എഴുതുവാനുള്ള ലേപം പ്രതിനിധീകരിക്കുന്നത്. സ്വർണം, തുണിനെയ്ത്തുകൾ, കണ്ണിൻ്റെ മരുന്നുകൾ ഇതെല്ലാം കയറ്റുമതിക്ക് വളരെ പ്രസിദ്ധമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ലവോദിക്ക. ഈ 3 കാര്യങ്ങൾ കർത്താവിൽ നിന്നും സ്വീകരിച്ചാൽ അവർ അവരുടെ അവസ്ഥയിൽ നിന്നും മാറി അനുതാപ ഹൃദയം ഉള്ളവരാകുമെന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്, തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, അതായത് വിശ്വാസം. രണ്ടാമതായി, രക്ഷ, വെള്ളയുടുപ്പ്. മൂന്നാമതായി, പരിശുദ്ധാത്മാവ്, കണ്ണിൽ എഴുതുവാനുള്ള ലേപം. ഇവയൊക്കെയാണ് ലവോദിക്ക സഭയ്ക്ക് ആവശ്യമുള്ളത് എന്ന് കർത്താവ് അവരോട് അഭിബോധനം ചെയ്യുന്നു. 1 പീറ്റർ 1:7 നാം ഇങ്ങനെ വായിക്കുന്നു: അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനവുമായി കാണുവാൻ അങ്ങനെ ഇടവരും. നമുക്ക് റെവലേഷൻ 3:19 വായിക്കാം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. സഭയുടെ കാര്യങ്ങൾ ജഡീകമായുള്ള ഒരവസ്ഥയായി മാറുമ്പോൾ ലവോദിക്ക സഭ പോലെ ലൂക്ക് വാം ചർച്ചസായി മാറുന്നു. അവർ ജഡീകമായ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തു, പ്രവർത്തന മേഖലകളിൽ ഉത്സാഹം കാണിച്ചുവെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ അവർ ദാരിദ്ര്യവും നഗ്നതയും അരിഷ്ടതയും നിർഭാഗ്യരും ആയിത്തീർന്നു. ധനവും ജ്ഞാനവും വർദ്ധിച്ചപ്പോൾ ദൈവവിശ്വാസം ലൂക്ക്വാം സ്ഥിതിയിൽ ആകുമ്പോൾ ജാതികളുടെ ആചാരങ്ങൾ, ബിബ്ലിക്കലല്ലാത്ത പല ആചാരങ്ങളും നമ്മളുടെ സഭകളിൽ കയറിക്കൂടുന്നു. ലവോദിക്ക സഭയ്ക്ക് ഉപദേശം കൊടുത്ത ശേഷം കർത്താവ് ഇവരോട് ജാഗ്രതയുള്ളവർ ആയിരിക്കുക എന്ന് കൽപ്പിക്കുന്നു. ശീതോഷ്ണസ്ഥിതി മാറ്റിയിട്ട് മാനസാന്തരപ്പെടുക എന്ന് കൽപ്പിക്കുന്നു. ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥകളിലും മാനസാന്തരപ്പെടുക, വീണ്ടും ജനിക്കുക എന്നുള്ള പ്രസംഗങ്ങൾക്ക് വലിയ പ്രസക്തി കിട്ടുന്നില്ല എന്ന് തന്നെ വേണം പറയുവാൻ. കർത്താവ് ഇപ്രകാരം അവരോട് ആഹ്വാനം ചെയ്യുന്നു: താമസിച്ചു പോയിട്ടില്ല, നിങ്ങൾ എനിക്ക് പ്രിയമുള്ളവർ ആകുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. വിശ്വാസത്തിൽ ശീതോഷ്ണാവസ്ഥയിലായിരിക്കുന്ന നാമധേയ ക്രിസ്ത്യാനികളോടും സഭകളോടും ഇതുതന്നെയാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടുക. ഹീബ്രൂസ് 12:10-11 നാം ഇങ്ങനെ വായിക്കുന്നു: അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്ര എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വരുന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് റെവലേഷൻ 3:20 വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഈ വാക്യം ഏത് കാലത്തെയും ക്രിസ്ത്യാനികൾക്ക് സുപരിചിതമായ ഒരു താക്കോൽ വാക്യമാകുന്നുവല്ലോ. പിന്തിരിപ്പിൽ നടക്കുന്ന ലവോദിക്ക വിശ്വാസികൾക്ക് ഒരു തിരിച്ചുവരവിൻ്റെ ആഹ്വാനം ഇവിടെ കർത്താവ് അവർക്ക് നൽകുകയാണ്.
ഹൃദയവാതുക്കൾ മുട്ടുന്ന യേശുക്രിസ്തു, തൻ്റെ ജീവനെ മനുഷ്യരാശിക്കായി ബലി കഴിച്ച യേശുക്രിസ്തു ഹൃദയവാതുക്കൾ നിന്ന് മുട്ടുന്നു. ആ രക്ഷയെ സ്വീകരിപ്പാൻ തയ്യാറാകുന്ന ഒരു വിശ്വാസി തൻ്റെ ഹൃദയവാതിൽ തുറന്ന് കർത്താവിൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുന്നു. ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ, ഇൻറ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഈ വാക്യത്തിൽ നാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 28 മുതൽ 32 വരെ നാം വായിക്കുന്ന കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം എമ്മൂസിലേക്ക് യാത്ര ചെയ്യുന്ന ആ 2 പേർ നിർബന്ധിച്ച് കർത്താവിനെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർ ഒരുമിച്ച് അത്താഴം കഴിക്കുന്നു. ആ കർത്താവിനെ നാം ഇവിടെ കാണുന്നു. ലവോദിക്ക സഭ ലൂക്ക് വേം ചർച്ച് ആയിട്ടും കർത്താവ് അവർക്ക് വീണ്ടും ഒരു തിരിച്ചുവരവിനായുള്ള ആഹ്വാനം നൽകുന്നു. വിശ്വാസം തണുത്തുപോയ സഭയ്ക്കോ ഒരു വിശ്വാസിക്കോ വീണ്ടും കർത്താവിൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുവാനുള്ള ഒരു വിളിയാണിത്. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് ദാവീദ് രാജാവിനെ പോലെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് 21 വാക്യം വായിക്കാം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വളരെ ഹൃദ്യമായ, ഫ്രണ്ട്ലിയായ ഒരു സൗഹൃദ ബന്ധം, ഒരു സംഭാഷണം ഈ വാക്യത്തിൽ നാം കാണുന്നു. താൻ ഹൃദയവാതുക്കൽ മുട്ടുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുന്ന ഏവർക്കും ഒരു ഹൃദ്യമായ സ്വീകരണമാണ് കർത്താവ് കൊടുക്കുന്നത്. തൻ്റെ ശീതോഷ്ണാവസ്ഥയിൽ നിന്നും അനുതപിച്ച് വിജയം കൈവരിക്കുന്നവർക്ക് തൻ്റെ കൂടെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുന്നു. താൻ തൻ്റെ പിതാവിൻ്റെ കൂടെ സിംഹാസനത്തിലിരിക്കുന്നത് പോലെ നമ്മുടെ തോൽവി സമയത്തും പിന്നോക്കങ്ങളിലും വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയവാതുക്കൾ മുട്ടുന്ന കർത്താവിനെ നാം ഇവിടെ കാണുന്നു. എത്ര മനോഹരമായൊരു കാഴ്ചയാകുന്നു ഇത്. നമ്മെ ഇത്രയധികം സ്നേഹിക്കുകയും രക്ഷ പ്രാപിപ്പാനുള്ള അവസരങ്ങൾ നമുക്ക് തുറന്നു തരുന്നതുമായ ക്രിസ്തുവിനെ നാം ഇവിടെ കാണുന്നു. ഇത് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നില്ലേ? എബ്രായർ 8 അധ്യായം 1 വാക്യത്തിൽ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനായ ക്രിസ്തുവിനെ നാം കാണുന്നു. ഒരിക്കൽ തൻ്റെ സ്വർഗസിംഹാസനം വിട്ട് ഭൂമിയിൽ രാജാവായി സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനെ നാം കാണുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 32 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ മറിയത്തോട് ഇങ്ങനെ പറയുന്നു: അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അനുതപിച്ച് കർത്താവിന് തങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നവർക്ക് ലവോദിക്കയിലെ വിശ്വാസികൾക്കൊപ്പം കർത്താവിൻ്റെ രക്ഷയുടെ വെള്ളയുടുപ്പ് ധരിച്ച് നമുക്കും ക്രിസ്തുവിൻ്റെ കൂടെ വാഴുവാനുള്ള കൃപ ദൈവം നൽകുന്നു. ഇത് എത്ര മനോഹരമായ ഒരു അനുഭവമാകുന്നു. ഈ മനോഹരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിൽ നാം വായിക്കുന്ന ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ സഭയായ എഫെസസ് ചർച്ച്, നോൺ ആസ് ദ ചർച്ച് ഹു ലോസ്റ്റ് ദ ഫസ്റ്റ് ലവ്. ക്രൈസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ടു ദിസ് ചർച്ച് ആസ് ദ വൺ ഹോൾഡിംഗ് the 7 stars, which represents the 7 churches, in his right hand and walking among them. The second church, Smyrna, is known as the persecuted church, Pedida Safa. Christ was introduced to this church as the first and the last, Adyanum Andyanum Ayavan. The third church, Pergamos, is known as the Satan's throne, Satande Simhasana. For this church,
Jesus introduced himself as the one who has the sharp sword with two edges. ഇരുവായ് തലവാൾ ഉള്ളവൻ. അത് കർത്താവിൻ്റെ വചനമാണ്. The fourth church, Thuatira, is known as the false church, വ്യാജസഭ. Jesus introduces himself to this church as the one who has eyes like a flame of fire and whose feet are like burnished bronze. മഹത്വവും ദൈവത്വവും നിറഞ്ഞ കർത്താവിനെ നാം ഇവിടെ കാണുന്നു. The fifth church, Sardis church, is known as the dead church. ദൈവത്തിന് ഒന്നും നന്മ പറയാനില്ലാത്ത ഒരു ചർച്ചായിരുന്നു ഇത്. Jesus introduced himself as the one who has the 7 spirits of God and the 7 stars, which represents the Holy Spirit. 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ. The sixth church, the Philadelphia church, is known as the faithful church. കർത്താവിന് നന്മ മാത്രം പറയുവാനുള്ള ഒരു ഏക സഭ ഇതാകുന്നു. Jesus introduced himself to this church as the Holy One, the True One, the one who holds the key of David, the one who opens doors and no one can shut them, or shuts doors and no one cannot open them. The seventh church is Laodikia. It is called the lukewarm church, ശീതോഷ്ണാവസ്ഥയുള്ള സഭ. Jesus introduced himself to this church as the faithful and true witness, the beginning of the creation of God. വിശ്വസ്തനും സത്യവാനും ദൈവസൃഷ്ടിയുടെ ആരംഭവും ആയവൻ, അതായത് ആമേൻ ആയവൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ ആദിമ നൂറ്റാണ്ടിലെ സഭകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ 7 സഭകളുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. റോമ ഭരണകൂടത്തിൻ്റെയും മറ്റു മതപീഠകളും മൂലം ഈ സഭകൾ മിക്കതും വിശ്വാസികളുടെ ഭവനങ്ങളിലും അടയ്ക്കപ്പെട്ട വാതിലുകളിലുമായിരുന്നു കൂടിയിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ മോഡേൺ ടർക്കിയുടെ ടൂറിസം വഴി ഈ സഭകളുടെ ലൊക്കേഷൻസ് ബന്ധിച്ചുകൊണ്ടുള്ള മോഡേൺ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. പെന്തിക്കോസ്ത് നാൾ മുതൽ റാപ്ചർ വരെയുള്ള എല്ലാ സഭായുഗങ്ങളെയും അവയുടെ ചരിത്രങ്ങളെയും സഭാവിഭാഗങ്ങളെയും കൂടി ഈ 7 സഭകൾ റെപ്രസെൻ്റ് ചെയ്യുന്നതായി പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അത് എന്തായാലും ആകട്ടെ, നമ്മുടെ ഈ നൂറ്റാണ്ടിലെ സഭകളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉത്തേജനത്തിനുമായി ഈ 7 സഭകളുടെ പഠനങ്ങൾ നമ്മെ വളരെ സഹായിക്കുന്നു എന്നതിന് സംശയമില്ല. ഈ 7 സഭകൾക്ക് കർത്താവ് നൽകുന്ന കറക്ഷൻസ്, ടീച്ചിങ്സ്, വാണിങ്സ്, എൻകറേജ്മെൻറ്റ്സ്, ബ്ലെസ്സിങ്സ് എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് വ്യക്തികളായും കുടുംബമായും സഭയായും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയോടുകൂടി ഈ 7 സഭകളുടെ പഠനം ഈ 3-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുന്നു. ബൈബിളിൻ്റെ ഒരു പൂർത്തീകരണമായി വേദപണ്ഡിതന്മാർ കണക്കാക്കുന്ന ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാകുന്നു. 1-ാം അധ്യായത്തിൽ ദൈവവചനവും ദൈവത്തിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട വിശുദ്ധ യോഹന്നാന് കർത്താവ് തൻ്റെ ദൂതൻ മുഖേന പ്രദർശിപ്പിച്ച സാക്ഷ്യത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം കാണുന്നു. 2ഉം 3ഉം അധ്യായങ്ങളിൽ ആസിയയിലുള്ള അഥവാ ഇന്നത്തെ മോഡേൺ ടർക്കിയിലുള്ള ആദ്യ സഭകളെ റെപ്രസെൻ്റ് ചെയ്ത 7 സഭകളെക്കുറിച്ച് നാം പഠിച്ചുവല്ലോ. 4-ാം അധ്യായം മുതൽ സഭ എന്ന വാക്ക് നാം കാണുന്നില്ല. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷമുള്ള അവസ്ഥയാണ് നാം 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നത്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ മനുഷ്യവർഗത്തിനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി
പ്രതീകങ്ങൾ അഥവാ സിംബൽസ് ഉപയോഗിച്ച് യാഥാർത്ഥ്യങ്ങൾ അലങ്കാര ഭാഷയിൽ പ്രവചനങ്ങളിൽ കൂടി വിശുദ്ധ യോഹന്നാന് ദൈവം ഒരു ദൂതൻ വഴി പ്രത്യക്ഷപ്പെടുത്തുന്നു. ദീസ് ചാപ്റ്റേഴ്സ് ഫോക്കസ് on the majesty and power of God and the ultimate victory of God over evil. Praise God. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ശ്രേഷ്ഠമായ മഹത്വകരമായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുകരിച്ച് ദൈവഭക്തിയോടുകൂടി ദൈവാത്മാവിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ 3-ാം അധ്യായത്തിൻ്റെ പഠനം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.